പി വരാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞത്. അത് BJP വളർത്താനുള്ള പരിപാടിയാണ്, ഫാസിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ എല്ലാവർക്കും ഫോണുണ്ട്. 251 251 ഫോണൊക്കെ അറിയാമല്ലോ, ആർക്കും കിട്ടിയിട്ടില്ല. കോടികളുടെ തട്ടിപ്പാണ്, ആരും അറിഞ്ഞിട്ടില്ല, മിണ്ടിയിട്ടില്ല. അപ്പോൾ പറയാണ് നിങ്ങളുടെ വീട്ടിൽ ഡിജിറ്റൽ വേൾഡ് കൊണ്ടുവരാം, എല്ലാവർക്കും ഫോണായിക്കോട്ടെ, നല്ലതല്ലേ? നിങ്ങൾ കറൻസിയിൽ എല്ലാവരും ടാപ്പ് ചെയ്താൽ മതി, കാർഡ് കണക്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മൂലയ്ക്ക് സ്ഥലമുണ്ട്. പിന്നെ നിങ്ങളുടെ വീടുകളിൽ പോലും പൊളിറ്റിക്സ് ഇല്ല. എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ അവർ പെട്ടെന്ന് വിശ്വസിക്കും. അപ്പം സെൻട്രലി ആയിക്കഴിഞ്ഞാൽ എന്താ ഗുണം? പിന്നെ ഇനി സെർവർ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നാൽ മതി. ഏത് ഫേസ്ബുക്കിൻ്റെ സെൻട്രലൈസ് സെർവറിൽ നിന്ന് വരുന്ന നിങ്ങളുടെ അൽഗരിതമാണ് നിങ്ങൾ എന്ത് കാണണം തീരുമാനിക്കുന്നത്. അപ്പം നിങ്ങളെ ട്രംപ് 2 തവണ വിജയിച്ചു. ഒന്ന് എക്സ് ഹെൽപ്പ് ചെയ്തു, ഇലോൺ മസ്ക് ഹെൽപ്പ് ചെയ്തു, ഒന്ന് സുക്കർബർഗ് ഹെൽപ്പ് ചെയ്തു. ട്രംപിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം കാണിച്ചു. ട്രംപിൻ്റെ ഇവിടെ വെടിവെറ്റില്ല, എവിടെ ചെവിയിലൂടെയൊക്കെ തോക്ക് വെടിവെന്റ് പോകുക. എവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് പാലസ്തീൻ്റെ ഒപ്പമാണ്? എന്തുകൊണ്ട് BJPയുടെ നിലപാട് ഇസ്രായേലിൻ്റെ കൂടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലല്ലേ ഈ പറഞ്ഞ ഇവരെ ജയിപ്പിക്കുന്നത്? 3 തവണയല്ലേ വോട്ടിംഗ് മെഷീൻ ടാമ്പറിങ്? ആരാണ് ചെയ്യുന്നത്? ഇപ്പം അത് നമ്മൾ പറഞ്ഞു കള്ളവോട്ട്. ഇപ്പം അത് തെളിഞ്ഞില്ലേ? എന്നിട്ടും ആരും പ്രതികരിക്കുന്നില്ലല്ലോ വോട്ട് ചോരി.